നമസ്കാരം. മേഖലയിലെ സംഘർഷത്തിന് താൽക്കാലികമായി വെടിനിർത്തലല്ല, അതായത് മറിച്ച് ശാശ്വതമായ ഒരു അന്ത്യമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ഇറാനും ആഗ്രഹിക്കുന്നത്. ഇക്കാര്യം അതായത് ഇറാന് പറയാനുള്ള ഇറാന്റെ നയങ്ങൾ വിദേശകാര്യ മന്ത്രി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കാരണത്താലല്ല, മൂലകാരണത്തെ കണ്ടെത്തി പരിഹരിച്ച് യുദ്ധം താൽക്കാലികമായല്ല സ്ഥിരമായി നിർത്തുകയാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത്. പാകിസ്ഥാനിൽ നടന്ന സൗദി, തുർക്കി, ഈജിപ്ത് സമാധാന ചർച്ചകളിൽ നിന്നാണ് ഇറാൻ വിട്ടുനിന്നതും ഈ ലക്ഷ്യം മുൻനിർത്തിയാണ്. അതായത് പെട്ടെന്ന് ഒരു മൂന്നാൾക്കാർ വന്ന് പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കാൻ എന്നതല്ല, സ്ഥിരമായി ഇങ്ങനൊരു കാര്യം ഉണ്ടാകരുത് എന്നും അതിനായി തങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ട്. അത് അംഗീകരിച്ചാൽ യുദ്ധം നിർത്താൻ തയ്യാറാണ് എന്ന നിലപാടാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും സമാധാന ശ്രമങ്ങൾക്ക് പാകിസ്ഥാൻ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ടാണ് ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നത്. അനുകൂലമായ നയതന്ത്ര ധാരണകൾ ഉണ്ടായാൽ ചർച്ചകളോട് സഹകരിക്കുമെന്നും സൂചന നൽകിയിട്ടുണ്ട്. മാനുഷികമായ പരിഗണന കണക്കിലെടുത്ത് ഹോർമൂസ് കടലിടുക്കിലൂടെ അവശ്യ വസ്തുക്കളുമായി പോകുന്ന കപ്പലുകൾക്ക് ഇറാൻ അനുമതി നൽകി. അത് തികച്ചും ഒരു മാനുഷിക പരിഗണന മാത്രം. അതായത് ബുഷ്ഹർ ആണവ നിലയത്തിന് നേരെ 4ാം തവണയും ആക്രമണം ഉണ്ടാവുകയും ചെയ്തു.